എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ ജോലിക്കൊന്നും പൊക്കൂടെ, അല്ലെങ്കിൽ ഇവന് നിനക്കെന്താ വട്ടാണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾക്കുകയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ആളുകൾ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് അവര് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കേട്ടിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ശ്രീജിത്ത്. കുട്ടിക്കാലം മുതൽ ശ്രീജിത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. വളരുമ്പോൾ ഫൈനാൻസ് കോളേജിൽ പോയി പഠിക്കണം, എന്നിട്ട് വലിയ കലാകാരന്മാരെ പോലെ അറിയപ്പെടുന്ന, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാകാരനാകണം. +2 കഴിഞ്ഞതോടെ ഫൈനാൻസ് കോളേജിൽ അഡ്മിഷനായി പോയെങ്കിലും എന്തുകൊണ്ടോ പ്രവേശനം ലഭിച്ചില്ല. ആകെ നിരാശനായ ശ്രീജിത്ത് കലാരംഗം വേണ്ടെന്ന് വെച്ച് മറ്റു ജോലികൾ തേടി പോയെങ്കിലും മനസ്സ് കലയിൽ തന്നെയായിരുന്നു. പിന്നീടൊരു തീരുമാനമെടുത്തു, കലാരംഗത്തേക്ക് തന്നെ മടങ്ങി വരണം. തൻ്റേതായ സൃഷ്ടികളിലൂടെ കലാരംഗത്ത് അറിയപ്പെടണം എന്നൊരു തീരുമാനമെടുത്ത് ആദ്യം ജിപ്സി ആർട്ട് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നിട്ട് ആറിൻ്റെയും തോടിൻ്റെയും കരകളിൽ ചെളി ഉപയോഗിച്ച് മൃഗങ്ങളുടെ ഓരോ രൂപങ്ങൾ സൃഷ്ടിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങി. എന്നാൽ ശ്രീജിത്ത് ഈ ചെയ്യുന്നത് കണ്ട് നാട്ടുകാരിൽ ചിലർ പരിഹസിച്ചു. നിനക്ക് വട്ടാണോ, വേറെ പണിക്ക് വല്ലതും പോടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു പരിഹാസം. ഈ വാക്കുകൾ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ ശ്രീജിത്ത് തയ്യാറായിരുന്നില്ല. യൂട്യൂബിൽ വീഡിയോ കണ്ട് ശ്രീജിത്തിന് അഭിനന്ദന പ്രവാഹം എത്തിയതോടെ പിന്നീടങ്ങോട്ട് ഈ കലാകാരൻ്റെ ജീവിതം മാറിമറിഞ്ഞു. തുടർന്ന് ശ്രീജിത്തിനെ തേടി കേരളത്തിനകത്തും പുറത്തു നിന്നുമായി എത്തിയത് നിരവധി അവസരങ്ങൾ. ആ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ശ്രീജിത്ത് കൈവച്ചപ്പോൾ പിറന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങൾ. ഇന്ന് ഈ ചെറുപ്രായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ശ്രീജിത്ത് എന്ന ഈ കൊച്ചുമിടുക്കൻ. അന്ന് പരിഹസിച്ചവർ ഇന്ന് വായും തുറന്നു നിൽക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ, പരിഭവം പറയാതെ കലാരംഗത്തെ പുതിയ മാനങ്ങൾ തേടി തൻ്റെ യാത്ര തുടരുകയാണ് ശ്രീജിത്ത് എന്ന അതുല്യ പ്രതിഭ. സ്വന്തം പ്രയത്നവും തൻ്റെ നിശ്ചയദാർഢ്യവും കൊണ്ട് ഉയർന്ന ഈ അനുഗ്രഹീത കലാകാരൻ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. എൻ്റെ പേര് ശ്രീജിത്ത്. എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് ആര്യനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. +2 ഞാൻ മുൻപേ പഠിക്കപ്പോഴേ ഞാൻ പല കോമ്പറ്റീഷനൊക്കെ മത്സരിക്കുമായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു +2 കഴിഞ്ഞിട്ട് ഫൈനാൻസ് കോളേജിൽ പോകണമെന്ന്. അപ്പോൾ ഫൈനാൻസ് കോളേജിൽ പോയി. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നു. എനിക്ക് കിട്ടാനുള്ളതായിരുന്നു. എന്ത് കാരണത്തിലാണ് എനിക്ക് കിട്ടാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. അത് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫൈനാൻസ് കോളേജിൽ പോകണം, അല്ലെങ്കിൽ ആ ആർട്ട് പരമായിട്ടുള്ള അതിലോട്ട് പോകണമെന്നുള്ള ഇതൊക്കെ ഞാൻ പിന്നീട് അത് അഡ്മിഷൻ കിട്ടാതെ ആയപ്പോൾ ഞാൻ പിന്നെ മൊത്തത്തിൽ ആ ഒരു ഫീൽഡായി വിട്ടു. പിന്നെ ഞാൻ പല മേഖലയിലായിട്ട് പോയി, പല ജോലികളിലായിട്ട് അങ്ങനെയൊക്കെ പോയി. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാളയുടെ വീഡിയോ ആയിരുന്നു വർക്കായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർക്കുകൾ അവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആറ്റിൻ്റെ കരയിലും തോട്ടിൻ്റെ കരയിലൊക്കെ ആയിരുന്നു ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടേക്കായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ശില്പം ചെയ്യാനുള്ള മണ്ണ് അവിടേക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എളുപ്പത്തിനാണ് അവിടേക്ക് പോയി വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ കുറ്റവും പറയും, നല്ല കാര്യം പറയും, കുറ്റങ്ങളും പറയും. കുറ്റങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ വർക്കിനെ കുറിച്ചല്ല, എന്നെക്കുറിച്ച് തന്നെയാണ്. എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ ജോലിക്കൊന്നും പൊക്കൂടെ, അല്ലെങ്കിൽ ഇവന് നിനക്കെന്താ വട്ടാണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾക്കുകയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ആളുകൾ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് അവര് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ മടിക്കാത്തതെന്ന് വെച്ചാൽ എനിക്കൊരു എന്താ പറയുക, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഇതുപോലത്തെ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് പോലത്തെ ഉള്ള ഒരു അവസരങ്ങൾ എന്നെ തേടി വരാൻ എന്ന് വെച്ചാൽ ആ ഒരു ഇതിന് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ അവിടെയൊക്കെ പോയിരുന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ അവിടെ ഇരുന്ന് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് മീഡിയക്കാർ വന്നു, 24 ന്യൂസിൽ നിന്ന് വന്നു, അതുപോലെ തന്നെ പല മീഡിയ ചാനലിൽ നിന്ന് വന്നു. പിന്നെ യൂട്യൂബർമാർ വന്നു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ തന്നെ എന്നെ പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ച് പറയാൻ തുടങ്ങി, എടാ കൊള്ളാടാ, അടിപൊളിയായിട്ടുണ്ട്, അടുത്ത ഏത് വീഡിയോ ആണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പിന്നെ അവരെയൊക്കെ പ്രോത്സാഹനം കൂടെ കാരണമാണ് ഞാൻ പിന്നീട് വീഡിയോസ് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണമല്ലോ എന്നുള്ള രീതിക്ക് ഒരു ചിന്ത തോന്നിയത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഹൈന, അതുപോലെ തന്നെ ആനക്കുട്ടി, അതുപോലെ തന്നെ അനാക്കോണ്ട, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞങ്ങൾ അവിടെ ചെയ്തത്.
പിന്നീട് ഞങ്ങൾ ആ ഒരു സ്ഥലം മാറ്റിയിട്ട് വേറെ സ്ഥലത്തായിരുന്നു, എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ചെയ്തിരുന്നത് വർക്കുകൾ. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. മാനസ്, അതുപോലെ തന്നെ കിച്ചു, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് പിന്നീട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ വീഡിയോ അല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നത് ഐഫോണിലായിരുന്നു ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഫോൺ മേടിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല വർക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. സീലിങ്ങിൻ്റെ വർക്കിന് പോയിട്ടുണ്ട്, ടൈൽസിൻ്റെ വർക്കിന് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വർക്കിന് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചൊരു ഫോൺ, അതിലായിരുന്നു ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നത്. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് 3-4 കിലോമീറ്റർ പോയി മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ചുടുകല്ലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് ഞാൻ കൂടുതലും ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയാണ് ബൈക്കിലാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരുന്നത്. അത് കൊണ്ടുവന്നാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അത് ഞാൻ വർക്ക് പഠിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആർട്ട് പരമായിട്ട് കൊത്തുപണി, വുഡ് കാർവിങ്, അതിന് ഞാൻ പോയിട്ടുണ്ട്. കുഞ്ഞുനാളിൽ പോയതാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സൈത്തേട്ടൻ, സുഷാദ് ഏട്ടൻ, ദിലീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ചേട്ടന്മാരുണ്ട്. പിന്നെ ഗുരുനാഥന്മാരായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ നാട്ടിലുണ്ട്. ആര്യനാടുണ്ട്. എൻ്റെ നാട്ടിലുള്ള കിളിയൻ ആര്യനാട് എന്നറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹമാണ് ആദ്യം എനിക്ക് വർക്ക് എടുത്ത് തന്നത്. അതായത് സിമെൻറ്റ് വർക്കുകൾ നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു സ്കൂളിൽ എനിക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം പുള്ളിക്കാരൻ എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു വർക്കാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു വാട്ടർഫാൾസും പിന്നെ അതുപോലെ തന്നെ ഒരു ആമയും 25 അടിയോളം ഹൈറ്റുള്ള ഒരു ആമയൊക്കെ ആയിരുന്നു ഞാൻ സ്കൂളിൽ ചെയ്തത്. ഇപ്പോൾ ആ സ്കൂൾ അറിയപ്പെടുന്ന ആമയുടെ പേരിലാണ് ആ സ്കൂൾ അറിയപ്പെടുന്നത്. ആമയുള്ള സ്കൂൾ എന്നാണ് ആ ഒരു സ്കൂളിനെ അറിയപ്പെടുന്നത്. ചെയ്തിരിക്കുന്നത് നെടുമങ്ങാട് ഇടനില എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു സ്കൂളിലാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തൂത്തുക്കുടി എയർപോർട്ട്, അതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഷോളയാർ ഡാം, അവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഞാൻ ഫൈനാൻസ് കോളേജിൽ പോയതും. എനിക്ക് അഡ്മിഷൻ കിട്ടാത്ത ആ ഒരു ഇതൊക്കെ എനിക്ക് എന്താ പറയുക, ഈ ഒരു വർക്കിൽ വന്നപ്പോഴായിരുന്നു ആ ഒരു ഇതൊക്കെ മൊത്തത്തിൽ എനിക്ക് മാറിയത്. ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ എന്താ പറയുക, വർക്ക് ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി എന്നെയാണ് വിളിക്കുന്നത്. ഒരുപാട് പിള്ളേർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ്, നല്ല നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റിനെയും പോലെ ഒരു വലിയൊരു ശില്പം എനിക്ക് ചെയ്യണം. ഉദാഹരണം നമ്മുടെ ആഴിമലത്തെ ദേവദത്തൻ ചെയ്തതുപോലെ ഒരു വലിയൊരു ശിവശില്പം മാത്രമല്ല, അതുപോലത്തെ വലിയ വലിയ ശില്പങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതും നടക്കട്ടെ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടുകാരാണ്. വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ തോന്നുന്നു ചെയ്തതൊന്നും വെറുതെ അല്ലെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സ് ആയാലും എല്ലാവരും കഷ്ടപ്പാടാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ എൻ്റെ വർക്കേഴ്സ് എല്ലാവരെയും കഷ്ടപ്പാട് എൻ്റെ കൂടെ നിന്ന് ഒത്തൊരുമിച്ച് എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവരെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഇനി അങ്ങോട്ട് നല്ല നല്ല വലിയ വലിയ വർക്കുകൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉള്ളത് എൻ്റെ കൂടെ ഉള്ള വർക്കേഴ്സും കൂടെ കാരണമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നല്ല നല്ല വർക്കുകൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.